ശ്രേയം സഹായിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ കൂട്ടുകാർക്കെല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. നമുക്കിന്ന് ഭവിഷ്യത് കാൽ അഥവാ ഭാവി കാലത്തെക്കുറിച്ച് പഠിക്കാം. ഹിന്ദിയിൽ ഭവിഷ്യത് കാൽ അഥവാ ഭാവി കാലത്തെ രണ്ടായി തരംതിരിച്ചിരിക്കുന്നു. ഒന്നാമത്തേത് സാമാന്യ ഭവിഷ്യത് കാൽ, രണ്ടാമത്തേത് സംഭാവ്യ ഭവിഷ്യത് കാൽ. ഒരു ക്രിയ ഭാവിയിൽ നടക്കും എന്നുള്ളത് വളരെ ലളിതമായി പറയുന്ന ക്രിയയുടെ രൂപത്തിനെയാണ് സാമാന്യ ഭവിഷ്യത് കാൽ എന്ന് പറയുന്നത്. പുല്ലിംഗം, സ്ത്രീലിംഗം, ഏകവചനം, ബഹുവചനം ഇവയുടെ അടിസ്ഥാനത്തിൽ സാമാന്യ ഭവിഷ്യത് കാലം 8 തരത്തിലാണ് ഉള്ളത്. അതെങ്ങനെയാണെന്ന് നോക്കാം. കർത്താവ് പുല്ലിംഗമായിരിക്കുകയും ഏകവചനത്തിലായിരിക്കുകയും ചെയ്യുമ്പോൾ ക്രിയാധാതുവിനോടുകൂടി ഏക എന്നും, പുല്ലിംഗമായിരിക്കുകയും ബഹുവചനമായിരിക്കുകയും ചെയ്യുമ്പോൾ ഏങ്കെ എന്നും, സ്ത്രീലിംഗത്തിലും ഏകവചനത്തിലും വരുമ്പോൾ ഏകി എന്നും, സ്ത്രീലിംഗത്തിലും ബഹുവചനത്തിലുമാണെങ്കിൽ ഏങ്കി എന്നും ചേർത്ത് നമുക്ക് സാമാന്യ ഭവിഷ്യത് കാല ക്രിയ ഉണ്ടാക്കാവുന്നതാണ്. മേം കർത്താവായി വരികയും പുല്ലിംഗമായിരിക്കുകയും ചെയ്താൽ ക്രിയാധാതുവിനോടുകൂടി ഗ എന്നും, മേം സ്ത്രീലിംഗമാണെങ്കിൽ ഗി എന്നും, തും ബഹുവചനം പുല്ലിംഗമായിരിക്കുമ്പോൾ ഓകെ എന്നും, തും സ്ത്രീലിംഗമായിരിക്കുമ്പോൾ ക്രിയാധാതുവിനോടുകൂടി ഓഗി എന്നും ചേർത്ത് സാമാന്യ ഭവിഷ്യത് കാല ക്രിയകൾ ഉണ്ടാക്കാവുന്നതാണ്. ജൈസെ പഠേഗ, പഠേംഗെ, പഠേഗി, പഠേംഗി, പഠൂംഗ, പഠൂംഗി, പഠോഗെ, പഠോഗി. അടുത്തത് സംഭാവ്യ ഭവിഷ്യത് കാലം. സംഭാവ്യ ഭവിഷ്യത് കാലം ഉണ്ടാക്കുന്നതിന് സാമാന്യ ഭാവികാല ക്രിയാരൂപത്തിലെ അവസാനം വരുന്ന അക്ഷരമായ ഗ, ഗെ, ഗി ഇവ മാറ്റിയാൽ നമുക്ക് സംഭാവ്യ ഭവിഷ്യത് കാലം കിട്ടുന്നതാണ്. ഇവിടെ കർത്താവ് പുല്ലിംഗ ഏകവചനമാണെങ്കിൽ ആ എന്ന ക്രിയയ്ക്ക് വരുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. കർത്താവ് പുല്ലിംഗ ഏകവചനം ആയേ എന്നായി മാറുന്നു. പുല്ലിംഗ ബഹുവചനമാണെങ്കിൽ ആയേം. സ്ത്രീലിംഗ ഏകവചനമാണെങ്കിൽ ആയേ, സ്ത്രീലിംഗ ബഹുവചനത്തിൽ ആയേം എന്ന് തന്നെ. മേം കർത്താവായി വരികയാണ് എങ്കിൽ മേം ആവും. സ്ത്രീലിംഗമാണെങ്കിലോ ആവും തന്നെയാണ് വരുന്നത്. തും ആണെങ്കിൽ തും ആവോ പുല്ലിംഗത്തിലും തും ആവോ എന്ന് തന്നെയാണ് സ്ത്രീലിംഗത്തിലും വരുന്നത്. അതുകൊണ്ട് സംഭാവ്യ ഭവിഷ്യത് കാല രൂപങ്ങൾ 4 മാത്രമാണ് ഉള്ളത്. സംഭാവ്യ ഭവിഷ്യത് കാല ക്രിയകൾ ഉദ്ദേശം, അനുവാദം, സമ്മതം, അനുഗ്രഹം ഇവയൊക്കെയാണ് സാധാരണ പ്രകടിപ്പിക്കാറുള്ളത്.